എടാ മോനെ, ഒരു ദിവസം ഞാൻ ഇവിടെ ആരാണ്ടോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പം മോള് പിന്നെന്താ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാധാരണ പ്രേമിക്കുന്നവർ തമ്മിലാണല്ലോ ഇമാതിരി വാക്കുകളൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് സംഗതി പ്രേമമാണ്, 150% ഉറപ്പുണ്ട്. ഓ അമ്മേ, അത് ഞങ്ങൾക്കും മനസ്സിലായി. അതിന് വലിയ റിസർച്ചിന്റെയും ബുദ്ധിയുടെയും ആവശ്യമൊന്നുമില്ല, മിനിമം കോമൺ സെൻസ് മതി. ആണോ? മനസ്സിലാക്കി പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ടെൻഷൻ അല്ലമ്മേ. അവൾ ഒരാളെ പ്രേമിക്കുന്നതിന് ഞങ്ങൾ ഇതിനെ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ അവളെന്താ നമ്മളോട് പറയാത്തത്? അവൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതല്ലേ. നമ്മളങ്ങനല്ലേ അവളെ വളർത്തിയത്. എനിക്ക് അത് ഓർത്തിട്ടൊരു വിഷമം. ഞാൻ ഇവളെ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞാനത് അമ്മയോടല്ലേ പറഞ്ഞേ. അന്നേ ഞാൻ പറഞ്ഞതാ ഈ അപകടമൊന്നും വേണ്ടാന്ന്. അമ്മേ, നമ്മളിപ്പോ സംസാരിക്കുന്ന ആദ്യമോടെ കാര്യ. ഒരു അപകടം വന്നതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അമ്മേ, തമാശല്ലോട്ടെ, ഞങ്ങൾ സീരിയസ് ആ. എൻ്റെ മോനെ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമോടെ കാര്യം പറഞ്ഞ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തുവാ? അവൾ എൻ്റെ മോളാ. സമയമാകുമ്പോൾ അവളെല്ലാം പറയും. നിനക്ക് വേറെ ഒരു പണിയില്ലയോ? പോയി വല്ല പണി നോക്കടാ. ഷടാ. ഒരു കട്ടൻ ചായ എടുത്ത്, മധുരം കുറച്ചു മതിയേ. എല്ലാരും കണ്ടുപിടിച്ചോണ്ട് ഇങ്ങനെയാണ് ചീട്ട് കശക്കുന്നത്. എങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയെന്നൊക്കെ വരും. സിന്ധു, നീ ഇതേ കള്ളകളി കളിക്കല്ലോ കേട്ടോ. നീ എപ്പോഴാ കള്ളകളി കളിക്കാത്തത്? ഇന്ന് ഞാൻ യൂനോ അടിച്ചില്ലെന്ന് നോക്കും. അമ്മയുടെ കളിയാണേ. ഒരു ബീക്ക് വെച്ചാൽ ഞാൻ നോക്കലടി, ഇത് അവളുടെ സ്ഥിരം പരിപാടിയാ. ഒരു മിനിറ്റ്. അതെ, ഞാനൊരു കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. എന്താ പറഞ്ഞ? കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കാന്ന്. അതൊരു നല്ല തീരുമാനമാ. സത്യായിട്ടും ഇതാണ് ആള്. നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട എന്റെ ഫാനല്ലേ? ഇങ്ങോട്ടുണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ടോ. ആരുടെ ഫാൻ? എന്റെ. ഇത് നിന്റെ ഫാനല്ല, അവളുടെ ഫാന്. അന്നത്തെ അവന്റെ നമ്പറൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി ഇവിടെ അവസാനിക്കുന്നു. അല്ല, ഇവിടെ ആരും ഉടനെ ഒന്നും കല്യാണം വേണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റി. അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ, ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളേ. എന്തായാലും ഇവിടെ സെലക്ട് ചെയ്യുമ്പോ എന്നെ പോലെ ഒരു മിടുക്കനെ സെലക്ട് ചെയ്യുള്ളൂ എനിക്കറിയാം. അച്ഛമ്മയുടെ ആ ഒരു തറവാടിത്തം കുഞ്ഞിനെ കൊണ്ടത് കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? നിന്റെ അഭിപ്രായം പറ മക്കളെ. അതെ, ഞാനിപ്പൊ എന്ത് അഭിപ്രായം പറയാനാ ലീലമ്മച്ചി? ആദ്യച്ചിട്ട് ഇഷ്ടം, ആദ്യച്ചിട്ട് സ്വാതന്ത്ര്യം. ഞാൻ കൊച്ചല്ലേ, കൊച്ചുങ്ങൾക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം? നിങ്ങൾ കളിക്ക്. എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ പയ്യൻ അപ്രോഡാണ് കേട്ടോ. അമ്മ, പയ്യൻ അപ്രോഡാണ്. അച്ഛൻ പയ്യനൊന്ന് കാണുമെന്ന് പറഞ്ഞു പറയാം. അത് വേണം. So the first prize goes to class 5C. Yes. Congrats both of you. ആദ്യമായിട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾ 3rd place എത്തിയ. അക്ഷരയ്ക്ക് എന്താ പറ്റിയത്? അക്ഷര തെറ്റിച്ചത് മുഴുവൻ കറണ്ട് അഫയേഴ്സാ. പിന്നെ ആര്യന് പിന്നെ പണ്ടേ ഒന്നും അറിയില്ലല്ലോ. ന്യൂസ് പേപ്പർ വായന ഇപ്പൊ കുറഞ്ഞ അക്ഷരെ. ഇപ്പൊ ടിവി ന്യൂസ് ഒന്നും കാണാറില്ലേ? ഭയങ്കര കഷ്ടായി പോയി. ഒരു സമൂസ കഴിക്കാം. ലീലമ്മച്ചി ഒന്നിങ്ങോട്ട് വന്നേ. അയ്യോ, എന്റെ മോൾ ഉറങ്ങിയില്ലയോ? ഉറക്കൊന്നും വരുന്നില്ല. ലീലമ്മച്ചി ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ മക്കളെ? വാ. ശരി, വരാം. എന്റെ മക്കളെ, നീ എങ്ങോട്ടായി ഈ ഇരുട്ട തന്നെ വലിച്ചോണ്ട് പോകുന്നത്? വാ. വീഴല്ലേ. എന്റെ ദൈവമേ, സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത്തവണ അങ്ങ് മറന്നുപോയെന്ന്. ഓ, വേണ്ടായിരുന്നു. എന്നിട്ട് വേണം നാളെ നേരം വെളുത്ത് വന്ന് കേക്ക് കെട്ടിയതാ. അയ്യോ, രാത്രി തന്നെ പോയി മേടിച്ച നന്നായി.
വന്നേ. അത് കുഴപ്പമില്ല. ഇനി രണ്ട് കുരു വന്നാലും കുഴപ്പമൊന്നുമില്ല. ആ, ഇത് കണ്ടതേ. നമുക്ക് പിറന്നാൾ പ്രമാണിച്ച് ലീലാമ്മച്ചിയുടെ ഒരു ഗാനാലാപനം. അടിപൊളിയല്ലേ? പുറന്നാൾ പ്രമാണിച്ച് ലീലാമ്മച്ചിയുടെ പാട്ടോ എന്റെ മോൻ പാടുമല്ലോ. ഞാൻ പാടാം. പിന്നെ അവൻ നന്നായിട്ട് പാടും. അതെ നല്ലൊരു പാട്ട് പാടും. ഞാൻ പാടാം. നല്ലതേ. റയർ സോങ് ആണ്, കുറച്ച് റിസ്ക് ആണ്, കൂടിക്കണം. മേരെ സപ്നോം കി റാണി കബ് ആയേഗി തോ. തുറന്ന ഈ മേരെ സപ്നോ കിറാണി മാത്രമേ ഉള്ളൂ. എന്റെ മക്കളെ വേറെ ഒന്നും അറിഞ്ഞുകൂടെ നിനക്ക്? ചുമ്മാ ഇരടാ, ഞാൻ പാടാം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആഹാ പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആഹാ പൂമരക്കൊമ്പിൽ. Fourth place, Isa Kaib Cherian. Third place, Advik. Second place, Rahul. First place, Isa Mariam Aib. താങ്ക് യു മിസ്. മിടുക്കി, വെരി ഗുഡ്. അക്ഷര എന്നെ പറ്റി എപ്പോഴും ഫസ്റ്റ് ആയിരുന്നല്ലോ. നെക്സ്റ്റ് ടൈം നല്ല മാർക്ക് മേടിച്ചാൽ മതി കേട്ടോ. ഓക്കെ. വേടാ അവിടെ ഇരിക്കുന്നുണ്ട്. നീ ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങൾ എവിടെയൊക്കെ നോക്കി. അക്ഷര എന്താ ഇത്? ഞാൻ വണ്ടറായത് കേട്ടപ്പോ. ആദ്യമായിട്ട് നിനക്ക് ഫസ്റ്റ് പ്രൈസ് പോകുന്നേ. കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് അടിക്കാം. എന്നാലും വലിയ കഷ്ടമായിപ്പോയി. ഇതെന്നാ പറ്റിയത് എൻ്റെ മോൾക്ക്? കഷ്ടം. അവളുടെ മുഖത്തൊരു സന്തോഷം പോലും ഇല്ല. ഈ കണക്കിന് അച്ചു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടുമെന്ന് എനിക്കറിയാത്ത. അതൊന്നും ഓർത്ത് സിന്ധു വിഷമിക്കണ്ട. അവൾ എൻ്റെ മോളാ. അതൊക്കെ അച്ചു നേരിട്ടോളൂ. പൊന്നൂസേ, വിഷമമുണ്ടോ? വിഷമം ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ല. പിന്നെ എന്നാലും ചെറിയൊരു സങ്കടം. നമുക്ക് 5th റാങ്ക് ഇല്ല പൊന്നൂസേ. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അച്ഛനൊക്കെ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ അച്ഛന് റാങ്കേ കിട്ടിയിട്ടില്ല. അച്ഛന് 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ടല്ലോ, ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പഠിക്കും, കുറച്ചലമ്പം, കുറച്ച് പഠിക്കും, കുറച്ചലമ്പം. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? നമ്മൾ പഠിക്കുമ്പം എൻജോയ് ചെയ്ത് പഠിക്കണം. അല്ലാതെ റാങ്ക് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് റാങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് പൊന്നൂസ് വിഷമിക്കണ്ട കേട്ടോ. നിന്നെ പക്ഷെ അടുത്ത ടൈമില് അപ്പടെ പൊന്നൂസിന്റെ ഫസ്റ്റ് റാങ്ക് മേടിക്കണം. പ്ലീസ് 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 പ്രോമിസ് ചെയ്ത് തന്നെ. പ്രോമിസ്. ആ മേടിക്ക്. ചേച്ചി, എനിക്ക് അസൈൻമെന്റ് ചെയ്യാവുന്ന ഹെൽപ്പ് ചെയ്യോ? കഴിഞ്ഞ തവണയൊക്കെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ചെയ്തത്, പിന്നെ ഇതിന് ഇപ്പം എൻ്റെ ഹെൽപ്പ്. പ്ലീസ് ആ ചേച്ചി. ഒറ്റയ്ക്ക് ചെയ്യച്ചോ, എന്നാലേ പഠിക്കത്തുള്ളൂ. ചേച്ചി ഇനി ഇതിട്ടാ പോരെ? നിനക്കിഷ്ടമുള്ള ഏതേലും ഇട്ടോണ്ട് പൊക്കോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്താണ്? ചെല്ല്. ഇന്ത്യനും ചൈനീസും മിക്സോ? ചേച്ചി എന്റെ മുടിയൊന്ന് കെട്ടിത്തരുവോ? ലീലാമ്മച്ചിയോട് പറ, ഞാൻ കുറച്ച് തിരക്കാം. ചേച്ചി പ്ലീസ്. ചെല്ലച്ചു.
വല്യമ്മച്ചിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളടാ. ഇപ്പൊ നല്ല ചുന്നരി കുട്ടിയായല്ലോ. ആദ്യേച്ചി കിട്ടുന്നതിന്റെ അത്രയൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു? അതിനെക്കാടി ചുന്നരിയായിരിക്കുന്ന ലീലാമ്മച്ചിയുടെ ചുന്നരി കുട്ടി കേട്ടോ. അക്ഷര, മോൾക്ക് എന്ത് പറ്റി? വല്ല വിഷമമുണ്ടോ? ഒന്നുമില്ല മിസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബിസി ആയിരുന്നോ? ഇല്ല. ഞാൻ വന്നോട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇന്ന് ഇത്തിരി ഫ്രീ ആയിരുന്നു. പ്രീമിയം കാറിന്റെ സെക്കൻഡ് സീറ്റ് അല്ലേ? അതെ അതെ, എല്ലാം ഹൈ എൻഡ് കാർസ് ആണ്. ഓ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീമിയം ആണ് പ്രോഫിറ്റും. കൊള്ളാം. സിഗരറ്റ്? അയ്യോ, ഞാൻ വലിയില്ല. അച്ഛനെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വലിക്കാട്ടോ. ഞാനും വലിയില്ല. കല്യാണത്തിന് മുമ്പ് വലിക്കായിരുന്നു. സിന്ദൂരൊറ്റക്കാരി ആവശ്യപ്പെട്ടുള്ളൂ, സിഗരറ്റ് വലിക്കരുത്. അവക്കിന്റെ സ്മെൽ അടിച്ചു കഴിഞ്ഞാൽ തലവേദന എടുക്കും, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടേ. ശരി. ആദ്യം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടല്ലേ? പിന്നെ പിന്നെ ഞാൻ 2 അടിക്കും. അതല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ. ആരൊക്കെയാണ്? അമ്മ, പിന്നെ അനിയത്തി. അനിയത്തി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത്? അതെ, കാക്കനാട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 5 വർഷം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ പിള്ളേരോട് ഭയങ്കര ഫ്രണ്ട്ലിയാ, കൂട്ടുകാരെ പോലെ. ഞങ്ങളുടെ വീടിന്റെ പേര് തന്നെ സന്തോഷം എന്നാ, അറിയാലോ. ആദ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഭയങ്കര കോമഡിയാണ്. നമ്മള് വെറുതെ മസിൽ പിടിച്ച് പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അതെ. അല്ലെങ്കിൽ തന്നെ പിള്ളേരെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ഒന്നും അല്ല പഠിപ്പിക്കണ്ടേ. വേറൊരാളുടെ മുഖത്ത് നോക്കി മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനാ ആദ്യം പഠിപ്പിക്കണം. ശരിയാ. ഗിരീഷിന്റെ മുഖത്ത് ആ ചിരിയുണ്ട്. എന്നാ ചെല്ലേ, ഞാനിരുന്ന് സമയം കളയുന്നില്ല, ഇറങ്ങിക്കോട്ടെ. പിന്നെ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടെൻഷൻ എനിക്ക് നല്ലോണം മനസ്സിലാവും. ഇപ്പം എൻ്റെ അനിയത്തി ഇതുപോലെ തന്നെ അവളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞായിരുന്നേ. അവരുടെ പൊരുത്തമാണ് ഏറ്റവും വലുത്. എന്നാലും വീട്ടിലൊരു കൊച്ചിനെ പറഞ്ഞു വിടുമ്പോൾ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞാനും ഇടയ്ക്ക് 2 അടിക്കും കേട്ടോ. അത് മതി. ശരി എന്നാ. ശരി അച്ഛാ.